തമിഴ്നാട്ടിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമാണ്. 234 അംഗ നിയമസഭയാണ്. ഇതിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നിരിക്കുന്നത് TVK ആണ്. വിജയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. അവർക്ക് 108 സീറ്റുകളാണുള്ളത്. 118 സീറ്റാണ് സർക്കാർ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷം. ഇതിലിപ്പോൾ 5 സീറ്റുകൾ ഉള്ള കോൺഗ്രസ് TVKയെ പിന്തുണയ്ക്കാൻ തയ്യാറായിരിക്കുന്നു. അതിന് അനുകൂലിച്ചുള്ള കത്തിന് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുള്ള കത്തിന് അനുകൂലമായ മറുപടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇന്ന് PCC പ്രസിഡന്റ് ഗവർണർക്ക് കത്ത് കൈമാറും. പക്ഷേ ഉപാധികളോടെയാണ് കോൺഗ്രസിൻ്റെ പിന്തുണ. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP സഖ്യകക്ഷികളുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവും TVKയ്ക്ക് പാടില്ല എന്നൊരു കാര്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ 5 പേർ പിന്തുണയ്ക്കുമ്പോൾ 2 മന്ത്രിസ്ഥാനം അതുകൂടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ 5 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചാൽ പോലും TVKയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. അവിടെയാണ് DMKയുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് പാർട്ടികളുടെ പിന്തുണ കൂടി തേടാനുള്ള ഒരു നീക്കം TVK നടത്തുന്നത്. അതിൽ CPMന് 2 സീറ്റുണ്ട്, CPIക്ക് 2 സീറ്റുണ്ട്, മുസ്ലിം ലീഗിന് 2 സീറ്റുണ്ട്, PMKയ്ക്ക് 4 സീറ്റുകളുണ്ട്. ആ തരത്തിലാണ് VCK എന്ന മറ്റൊരു പാർട്ടിക്ക് 2 സീറ്റുകളുണ്ട്. ഈ സീറ്റുകളെല്ലാം കൂട്ടിച്ചേർത്ത് 118 എന്ന മാജിക് നമ്പർ മറികടക്കാനാണ് ഇപ്പോൾ TVK ഒരു ശ്രമം നടത്തുന്നത്. ഈ കക്ഷികളെല്ലാം തന്നെ, ഇതിൽ പല കക്ഷികളും DMKയുമായി കാലങ്ങളായി സഖ്യത്തിലുള്ള കക്ഷികളാണ്. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. കാരണം കേന്ദ്രത്തിൽ DMKയുടെ MPമാരുണ്ട്. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ BJPക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുമ്പോൾ, സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ നടത്തുമ്പോൾ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് DMKയുടെ പ്രതിനിധികൾ. ആ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വിള്ളൽ വരുമോ എന്നൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ AIADMKയുടെ പിന്തുണ കൂടി വിജയ് തേടിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുമ്പോൾ അത് സ്വാഭാവികമായും BJP വളഞ്ഞ വഴിയിലൂടെ ഈ TVK സർക്കാരിൻ്റെ ഭാഗമായി മാറാനുള്ള സാധ്യത അവിടെയാണ്. വിനോദ, DMK ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമുണ്ട്. അത് കൃത്യവുമാണ്. കാരണം DMK സഖ്യത്തിൽ നിന്നാണ് 5 സീറ്റുകൾ കോൺഗ്രസും ഇടത് പാർട്ടികളുമൊക്കെ നേടുന്നത്. ചില കടുംപിടുത്തങ്ങളൊക്കെ സ്റ്റാലിൻ ആദ്യഘട്ടത്തിൽ കാണിച്ചിരുന്നുവെങ്കിലും DMK സഖ്യം കോൺഗ്രസിനും CPIക്കും CPMനും ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളെ ചതിച്ചുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് പോകുന്നു, അതെന്തിൻ്റെ പേരിലാണ്? നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിൽ നിങ്ങൾ സംഭൂജരാകുമായിരുന്നില്ലേ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അങ്ങനെ ഒരു വഞ്ചന കാണിച്ച് മുന്നണി വിടുന്ന പാർട്ടി എന്ന ലേബൽ കൂടി കോൺഗ്രസിന് ചാർത്തപ്പെടും, കുറഞ്ഞപക്ഷം തമിഴ്നാട്ടിലെങ്കിലും. തീർച്ചയായും അവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ BJP AIADMK സഖ്യത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി കോൺഗ്രസും മറ്റ് മതേതര കക്ഷികളും എങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും DMKയുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വരുമെന്നത് ഉറപ്പാണ്.